ഞാനും വലിയ യൂട്യൂബർ കാര്യങ്ങളൊന്നുമല്ല, ഞാനിതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഞെക്കിക്കോ പറഞ്ഞ സംഭവം. ഹലോ ഫ്രണ്ട്സ്, മലയാളം യൂട്യൂബറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് അൽഗോരിതം ടിപ്സാണ്. അതായത് യൂട്യൂബിൻ്റെ അൽഗോരിതം ടിപ്സാണ്. യൂട്യൂബിൽ എങ്ങനെ ഒരു വീഡിയോ നമ്മൾക്ക് ഒരു നിലയിൽ എത്തിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചും യൂട്യൂബിൻ്റെ അൽഗോരിതത്തിനെ കുറിച്ചും അതിൻ്റെ ടിപ്സ് എന്താണ്, കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പുതിയ യൂട്യൂബിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കണ്ടിരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കുറച്ച് ലെങ്തി ആയാലും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം സമയങ്ങളത് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ യൂട്യൂബിൻ്റെ ഒരു ബിസിനസ് സ്റ്റാൻഡിൽ നിന്നും ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നോക്കുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് അവരുടെ യൂസേഴ്സിനെ അവരുടെ പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു യൂസേഴ്സിനെ അവരുടെ പ്ലാറ്റ്ഫോം, യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിർത്താനായിട്ട് ഓരോ ക്രിയേറ്ററും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി നേരം ഒരു ക്രിയേറ്റർ അവരുടെ വ്യൂവേഴ്സിനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ എൻ്റയർ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് അവരുടെ യൂസേഴ്സിനെ ആ പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ആൻഡ് വേറെ ഒരു കാര്യം കൂടി, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ ടിപ്സും കാര്യങ്ങളും സെക്കൻഡറി ആണ്. മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കണ്ടന്റ് ആണ്. നിങ്ങളുടെ വീഡിയോസിൽ കണ്ടന്റ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന സെക്കൻഡറി ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ അൽഗോരിതത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടിപ്സാണ് ഇൻക്രീസ് റിട്ടൻഷൻ. ഇൻക്രീസ് റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പൊസഷൻ എന്നാണ് അർത്ഥം. അതായത് നിങ്ങളുടെ വ്യൂവേഴ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങളുടെ ചാനലിൽ പിടിച്ചു നിർത്താനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് 95% വ്യൂവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ അടുത്ത ആൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ നല്ല സർവീസ് കിട്ടുന്ന സ്ഥാപനം അടുത്ത ആൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബ് നല്ല വീഡിയോസ് അടുത്തടുത്ത ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരു 50% മാത്രം കണ്ടിട്ട് അയാളത് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ആ വീഡിയോ കണ്ടിരിക്കാൻ താല്പര്യമില്ല എന്നാണ്. അങ്ങനെ കുറച്ച് നിങ്ങളുടെ വ്യൂവേഴ്സ് അങ്ങനെ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ യാതൊരുവിധ സപ്പോർട്ടും തരില്ല, റെക്കമെൻഡ് ചെയ്യാനുള്ള സാധ്യതയും കുറവായിരിക്കും. അങ്ങനെ ഇത്രയും ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കാൻ താല്പര്യം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് നിങ്ങളുടെ ചാനലിൻ്റെ ആവറേജ് ടൈം ഡ്യൂറേഷൻ എത്രയാണ്, എത്ര നേരം നിങ്ങളുടെ ചാനലിൽ ഒരാൾ ഒരു വീഡിയോ കണ്ടിരിക്കും. ഇതിൻ്റെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ്. ആവറേജ് ഡ്യൂറേഷനും ആവറേജ് വ്യൂ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്ന സംഭവം ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ഒത്തിരി സമയം നിങ്ങൾ വീഡിയോ ഇട്ടാലും എങ്ങനെയാണ് നിങ്ങളുടെ വ്യൂവേഴ്സിനെ നിങ്ങളുടെ ചാനലിൽ തന്നെ പിടിച്ചു വയ്ക്കുന്നത്. ഓക്കെ, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഒരു കാര്യമാണ് കീപ് ഓപ്പണിംഗ് ഇൻട്രോസ് ഷോർട്ട്. അതായത് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഇൻട്രോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഇൻട്രോ വീഡിയോസ് 1 മിനിറ്റും 2 മിനിറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇൻട്രോ മാക്സിമം ഷോർട്ടായിട്ട് വയ്ക്കുക. സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യത കുറച്ചിട്ട് മാക്സിമം 1, 2, 3, 5, 6 സെക്കൻഡ് ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഇൻട്രോ വീഡിയോസ് നിങ്ങൾ അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയും അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ വ്യൂവേഴ്സ് കാണാതിരിക്കാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും. കാരണം നിങ്ങളുടെ കണ്ടന്റിൻ്റെ പകുതിയുള്ള ഇൻട്രോ വീഡിയോസ് ആണെങ്കിൽ എന്തായിരിക്കില്ല അതിൻ്റെ അവസ്ഥ. അത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻട്രോ വീഡിയോസ് എപ്പോഴും ചെറുതാക്കി തന്നെ വയ്ക്കുക, ഷോർട്ടാക്കി തന്നെ വയ്ക്കുക. രണ്ടാമത്തെ ഒരു കാര്യമാണ് എഡിറ്റ് ഫോർ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ. അതായത് പീപ്പിളിൻ്റെ ഒരു മൈൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ആയിരിക്കും. പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ബോറിംഗ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ തന്നെ സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിൽ അങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും പാർട്ട് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കളയുക. ഫുൾ എൻ്റർടൈനിങ് അല്ലെങ്കിൽ ഫുൾ നിങ്ങളുടെ വ്യൂവേഴ്സിനെ പിടിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. അപ്പം ജനറലി വ്യൂവേഴ്സിന് അങ്ങനെ ഒരു ഷോർട്ട് അറ്റൻഷൻ സ്പാൻ എന്നൊരു കാര്യമുണ്ട്. പെട്ടെന്ന് അവർക്ക് ബോറടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ സ്കിപ്പ് ചെയ്ത് പോയി കളയും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം. അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അത്രയും വ്യൂവേഴ്സിനെ പിടിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് നോക്കണം. അടുത്തൊരു കാര്യമാണ് യൂസ് ദ 5 സെക്കൻഡ് റൂൾ. അതായത് 5 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് നിങ്ങളുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീഡിയോയിലൂടെ കൺവിൻസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു എന്താണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു 5 സെക്കൻഡ് എന്താണ് സംഭവം, എന്താണ് നിങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നതിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ചില വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിൽ കുറേ സസ്പെൻസ് ആയിട്ടുള്ള പാട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ വ്ളോഗിങ് ഒക്കെ കഴിഞ്ഞാൽ അവരുടെ വീഡിയോയിൽ സസ്പെൻസ് റിവീൽ ചെയ്യാതെ സസ്പെൻസ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു കുറച്ച് 2-3 വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ആ സസ്പെൻസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും വ്യൂവേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഓക്കെ, നിങ്ങൾ എന്താണ് വീഡിയോയിലൂടെ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് 5 സെക്കൻഡ് കൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. അടുത്തൊരു കാര്യമാണ് വാച്ച് യുവർ അനലിറ്റിക്സ്.
അതായത് നമ്പർ നെവർ ലൈസ് എന്നല്ലേ, നമ്പർ ഒരിക്കലും കള്ളം പറയില്ല. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി അനലറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. വാച്ച് ഓവർ എങ്ങനെയാണ്, ടൈം ഡ്യൂറേഷൻ എങ്ങനെയാണ്, എത്ര പേര് ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ വീഡിയോസ് ഇറക്കാം. അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള വീഡിയോസ് ഇറക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഉറപ്പായിട്ടും സക്സസ് ആവുന്നതായിരിക്കും. അടുത്തൊരു കാര്യമാണ് ഡെലിവർ വാട്ട് ദ ടൈറ്റിൽ സെയിൽ. നിങ്ങളിപ്പോൾ ഒരു ക്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയുടെ കണ്ടന്റ് അവരെടുത്ത് കാണുന്ന സമയത്ത് നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ടൈറ്റിലുള്ള കാര്യം നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വീഡിയോയിലൂടെ ഒരു നെഗറ്റീവ് എഫക്റ്റ് വരികയും നിങ്ങളുടെ വീഡിയോ കാണാതിരിക്കാനുള്ള ടെൻഡൻസി വരികയും അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി വരികയും ചെയ്യും. അപ്പം നിങ്ങൾ ടൈറ്റിലൂടെ കൺവേ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ വീഡിയോയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അടുത്തൊരു കാര്യമാണ് ക്രിയേറ്റ് ലോങ്ങർ വീഡിയോസ് ഇഫ് ഇറ്റ് മേക്ക് സെൻസ്. അതായത് നിങ്ങൾക്ക് കൂടുതൽ ടൈമുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാം, പക്ഷേ അത് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം. കാരണം ഇപ്പം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ വാച്ച് അവർ കൂട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോസ് ഇടുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. പക്ഷേ നിങ്ങൾ അങ്ങനെ ലോങ്ങർ ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സിനെ അതിൽ പിടിച്ചിരുത്താനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഉള്ള വീഡിയോസ് നിങ്ങൾ ഇട്ടിട്ട് ഒരു 5 മിനിറ്റാണ് നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ വ്യൂവേഴ്സ് കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാനലിനെ അഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ വ്യൂസിനെ അഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ ചാനലിലെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം. അത്രയും വ്യൂവേഴ്സിനെ പിടിച്ചിരുന്ന കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പം മെയിൻ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ മാക്സിമം ഒരു വീഡിയോസ് 10 മിനിറ്റ് തന്നെ ഒതുക്കാറുണ്ട്. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് അതാണ് ഐഡിയൽ ടൈം. കസ്റ്റമേഴ്സ് പോട്ടെ, വ്യൂവേഴ്സിൻ്റെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത് മാക്സിമം ഒരു 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പാടില്ല, 10 മിനിറ്റ്സ് വരാൻ പാകത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തൊരു കാര്യമാണ് ലൈക്ക് ടു ഡിസ്ലൈക്ക് റേഷ്യോ. അതായത് നിങ്ങളുടെ ചാനൽ അനലിറ്റിക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ടു ഡിസ്ലൈക്ക് റേഷ്യോസ് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഡിസ്ലൈക്കാണ് കൂടുതലെങ്കിൽ എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് വരുന്ന കാര്യം എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ടൊന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം ആ ഒരു മിസ്റ്റേക്ക് ജെന്യുവൻ ആണെങ്കിൽ നിങ്ങൾ റെക്ടിഫൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അങ്ങനെ റെക്ടിഫൈ ചെയ്തിട്ട് ഓരോ വീഡിയോസ് വരുമ്പോഴും റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്നതൊക്കെ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാനും വലിയ യൂട്യൂബർ കാര്യങ്ങളൊന്നുമല്ല, ഞാനിതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അൽഗോരിതത്തിന്റെ രണ്ടാമത്തെ ടിപ്സ് ആണ് യൂസ് കോൾ ടു ആക്ഷൻ. അതായത് യൂസ് കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾ ചില വീഡിയോസ് കണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കസ്റ്റമേഴ്സ് പോട്ടെ, നമുക്ക് വ്യൂവേഴ്സിന് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ബട്ടൺ ഹിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ കാണിക്കരുത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള കണ്ടന്റാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് നമ്മൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബുക്ക് വളരെയധികം നല്ലൊരു ബുക്കാണ് ഗൈസ്. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള യാതൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കസ്റ്റമേഴ്സ് അല്ല, വ്യൂവേഴ്സിന് അരോചകമായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ആപ്റ്റായിട്ടുള്ള ടൈമിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ചാനൽ യൂട്യൂബേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന വാക്കാണ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ കാർത്തിക് സൂര്യയുടെ സംഭവങ്ങളൊക്കെ ഇല്ലേ ഗൈസ്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഞെക്കിക്കോ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സ് അല്ല ഓക്കെ, വ്യൂവേഴ്സിനെ എങ്ങനെ നിങ്ങളുടെ ചാനലിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. ഓക്കെ, മൂന്നാമത്തെ ഒരു ടിപ്പാണ് മേക്ക് യുവർ ചാനൽ ബീങ് റോത്തി. അതായത് നിങ്ങളുടെ ചാനൽ എപ്പോഴും ഒരു റോത്തി അല്ലെങ്കിൽ യൂസേഴ്സിന് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കണം. ഇപ്പോൾ ചില നെറ്റ്ഫ്ലിക്സ് സീരീസും അതുപോലെ തന്നെ പുതിയ യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കും. അതൊക്കെ അവരുടെ കണ്ടന്റും സ്കില്ലും ഒക്കെ വെച്ചിട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് നല്ല കണ്ടന്റ് സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാതെ തന്നെ സക്സസിലേക്ക് വരാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ അർജുൻ ട്രോള്, നമ്മുടെ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്ന അർജുൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് ഈ അടുത്ത ഇടയ്ക്ക്. എത്ര പെട്ടെന്നാണ് 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയതെന്ന് നിങ്ങൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നല്ല കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ സ്കില്ലുള്ളവർക്ക്, പ്രസന്റേഷൻ സ്കില്ലുള്ളവർക്ക് ഇതൊന്നും നോക്കേണ്ടതായിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ അവരുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വൈറലായി പൊക്കോളും. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ അൾട്ടിമേറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ്. നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി മീൻസ് ഞാൻ ഉദ്ദേശിച്ച നല്ല ക്യാമറ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റിയാണ്. നിങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി നല്ല അടിപൊളി കിടു കണ്ടന്റിന്റെ ക്വാളിറ്റി ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് സക്സസ് ആയിട്ട് പോകുന്നതാണ്.
ആൻഡ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത്തേണ് ക്രിയേറ്റ് എ സീരീസ് ഓഫ് വീഡിയോസ്. അതായത് നിങ്ങളൊരു ഓരോ പാട്ടായിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങളുടെ എൻഡ് സ്ക്രീൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ വ്യൂവേഴ്സ് അടുത്തായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങൾ അടുത്തൊരു വീഡിയോസ് അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ വൈറലായിട്ടല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുന്നവർക്ക് ആ വീഡിയോ കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ കാണാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആൻഡ് ക്രോസ് പ്രൊമോട്ട് യുവർ വീഡിയോസ്. ക്രോസ് പ്രൊമോട്ട് യുവർ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ചാനലിൻ്റെ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ നേരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ പറഞ്ഞു കഴിയുമ്പം അത് നിങ്ങളുടെ എവിടെയെങ്കിലും മെയിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ പോയി കാണാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നാലാമത്തെ ഒരു കാര്യമാണ് ക്രിയേറ്റ് ഹൈ ക്ലിക്ക് ത്രോ റേറ്റ്. അതായത് ഇപ്പം നിങ്ങളുടെ തമ്പനെയിൽസ് അതുപോലെ തന്നെ ടൈറ്റിൽസ് ഒക്കെ നല്ല അട്രാക്റ്റീവായിട്ട് യൂസേഴ്സ് കണ്ടു കഴിയുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള തമ്പനെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പം അതുവഴി നിങ്ങളുടെ വ്യൂസും അല്ലെങ്കിൽ ചാനലിൽ പെട്ടെന്ന് ഗ്രോത്ത് വരാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ നോക്കിക്കഴിയുമ്പം വലിയൊരു കാര്യം കൊടുത്തിട്ടുണ്ടാവും, ഇത് കൊള്ളാലോ എന്ന് തോന്നിയിട്ട് വ്യൂവേഴ്സിന് ക്ലിക്ക് ചെയ്യാൻ തോന്നും. പക്ഷേ ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റേതായിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടാവണം. ഇപ്പോൾ ഈ ബുക്കിന് ഇത്രയും നല്ല കവറാണ്, ഓക്കെ, നല്ല കവറും കാര്യങ്ങളാണ്. ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ബുക്കിൻ്റെ കവറും നല്ലതായിരിക്കണം, അതുപോലെ തന്നെ അകത്തുള്ള കാര്യങ്ങളും നല്ലതായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഈ ടിപ്സും കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഒരു സക്സസ്സിലേക്ക് പോകുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നിലവിൽ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കും അതുപോലെ തന്നെ പുതുതായിട്ട് ചാനൽ തുടങ്ങാൻ പോകുന്നവർക്കും എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുമ്പോൾ ഇറ്റ്സ് മീ യുവർ മലയാളം യൂട്യൂബർ സൈനിങ് ഓഫ്. ഗൈസ്, ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിച്ചു.